കവർ പേജ് മുതൽ ഇതിൻ്റെ പേരുൾപ്പെടെ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അതായത് തെമ്മാടിയുടെ മകൾ എന്നാണ് പേര്. ഞാൻ ഈ കഥയുടെ ഇതിന്റെ ആമുഖത്തിൽ എഴുതിയിരുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതും പിന്നെ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ പോലെ ഇത് എൻ്റെ കുറെ പ്രാന്തൻ ചിന്തകളോ ഒരു തോന്നിവാസങ്ങളാണ്. ഇത് ചെറുകഥ ചെയ്യുമ്പോൾ നമുക്ക് എന്തും എഴുതാം, ബഡ്ജറ്റിന് പ്രശ്നമില്ല. നമുക്കിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന് അമേരിക്ക പോകണമെങ്കിൽ അമേരിക്ക പോകാം. ഭയങ്കര ഒരു ഫ്രീഡം ഇതിലുണ്ട്. ഇപ്പൊ നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്തിനു വേണ്ടി നമ്മൾ എഴുതുമ്പോൾ ബഡ്ജറ്റ് പ്രശ്നമാണ്. അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൂടും, അവിടെ വാടക കൊടുക്കണം, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് ഈ ഡയലോഗ് പറയില്ല, കുറേ ഇതിലെ പ്രശ്നമില്ലല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രീഡം ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ എഴുതാം. എനിക്ക് ഇതിലെ രണ്ടാമത്തെ കഥയായിട്ടുള്ള ബോംബെ മലയാളിയിൽ എനിക്കൊരു പക്ക സ്ത്രീവിരുദ്ധത എനിക്ക് ഫീൽ ചെയ്തു. ഒരു നടിയെ കൊണ്ടുവരുന്നു, ഇലക്ഷന്റെ പ്രചരണത്തിനായിട്ടൊരു നടിയെ കൊണ്ടുവരുന്നു, അല്ലെ ഉദ്ഘാടനത്തിനായിട്ടൊരു നടിയെ കൊണ്ടുവരുന്നു. അപ്പം നടിയെ ഒരുക്കി കെട്ടി എല്ലാവരുടെ മുമ്പിലും ഒരു കാഴ്ച വസ്തുവായിട്ട് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് ഒരു നടനെ പ്ലേസ് ചെയ്തോടെ? ഈ നാട്ടിലെ എത്രയോ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾക്ക് നടന്മാർ വരുന്നു, സൂപ്പർ സ്റ്റാറുകൾ വരുന്നു, അപ്പം അവരെ കാണാനായിട്ടും ആളുകൾ വരുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലേ? സൂര്യചേട്ടാ, കുറച്ച് ദിവസമായി ഞാനിങ്ങനെ പൊതുവേ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ ഒരു പുസ്തകമൊക്കെ എഴുതി എന്നുള്ളത്. പക്ഷേ 2 ദിവസത്തേക്ക് മുമ്പാണ് എൻ്റെ കയ്യിൽ ഈ ഒരു പുസ്തകം കിട്ടിയത്. ശരിക്കും ഇതിൻ്റെ കവർ പേജ് മുതൽ ഇതിൻ്റെ പേരുൾപ്പെടെ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അതായത് തെമ്മാടിയുടെ മകൾ എന്നാണ് പേര്. അപ്പോൾ ഇതിന്റെ ഒരു കവർ പേജും മകളല്ല, മോള്. അത് തന്നെ, അതെ, ഞാൻ നമ്മുടെ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചതാ. എല്ലാരും ചോദിക്കും ഇത് തെറ്റാണോ എഴുതിയിരിക്കുന്നത്. തെറ്റല്ല, അത് അങ്ങനെ തന്നെ. അതായത് ഗ്രാമാറ്റിക്കലി പറയുകയാണെങ്കിൽ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് തെറ്റാണ്. പക്ഷെ നമ്മൾ കൊളോക്കിലി പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ഇതിൽ തെമ്മാടിയുടെ മോൾ. അപ്പം ഈ ഇടയ്ക്കാണ് എനിക്കിത് വായിക്കാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 കഥകളാണല്ലോ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് തെമ്മാടിയുടെ മോൾ എന്ന് തന്നെയാണ്. ശരിക്കും അങ്ങനെ ഒരു പേരിടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അത് ശരിക്കും ഈ കഥയാണ് ആദ്യം, അതായത് ബുക്ക് എഴുതാം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പല കഥകൾ മനസ്സിൽ തോന്നിയത്. പക്ഷെ ഈ ഒരു കഥയിൽ നിന്നാണ് തുടങ്ങിയത്. ഇതാദ്യം ഒരു പുസ്തകമാക്കണം എന്ന് വിചാരിച്ച് എഴുതി തുടങ്ങിയതല്ല. ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് എഴുതുന്നതാണ്, തിരക്കഥകൾ എഴുതുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതി തുടങ്ങിയതാണ്. പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ കൂടി ബുക്കാക്കാം, നമുക്കൊരു പുസ്തകമായിട്ട്. ഇതുവരെ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ട് പല കഥകളൊക്കെ, പക്ഷെ പബ്ലിഷ് ചെയ്യാമെന്നൊരു തോന്നൽ തോന്നി. അങ്ങനെയാണ് ഈ പബ്ലിഷിങ്ങിലേക്ക് കടന്നത്. ഈ ഒരു കഥ തെമ്മാടിയുടെ മോള് എന്ന് പറയുന്നത് ആ ഒരു ത്രെഡ് ഇപ്പൊ കഥ വായിച്ചപ്പോൾ ആയിട്ട് ഒരു ബേസിക് ത്രെഡ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് തെമ്മാടിയുടെ മോള്, കാരണം ഈ കവർപ്പിക്ക് കണ്ടിട്ട് ഒരു തെമ്മാടിയുടെ കഥയാണോ? അത് വായിച്ചാലേ അതിന്റെ ഒരു സുഖം കിട്ടുള്ളൂ. അതെ, വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന പോലെ ആരുടെയെങ്കിലും ഒക്കെ ഒരു ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ പലർക്കും കണക്ട് ചെയ്യാൻ പറ്റാവുന്ന, കാരണം ഇന്നത്തെ പല ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർക്ക് അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, അറിയാമല്ലോ. അപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, അത് അത്യാവശ്യം ഭയങ്കര റീച്ച് കിട്ടിയിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ചിലപ്പോൾ അവരും കണ്ടിട്ടുണ്ടോ, അതിൻ്റെ റീൽസൊക്കെ ഞാൻ അന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരൊരു കൗൺസിലറും കൂടിയാണ്. അവരൊരു ഡിവോഴ്സ് കേസസൊക്കെ കൗൺസിൽ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് വരുന്ന ഒരുപാട് കേസസിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡിവോഴ്സിലേക്ക് എത്തുന്നതിന് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന പല ചെറുപ്പക്കാർക്കും സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലവർ പറഞ്ഞ ഒരു കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻസും ഉണ്ട്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. അതൊരു ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഇടയിലുള്ള പ്രശ്നമല്ല, മൂന്നാമതൊരാൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ തന്നെ പല സുഹൃത്തുക്കളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളോട് കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു തോട്ട് വന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു തെമ്മാടിയുടെ മോളുടെ ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. എനിക്കൊന്ന് ഒരുപാട് പേര് ഈ ഒരു കഥയിൽ, ഇതിലെ പല കഥകളും പല ജോണറിലാണ്. ഈ ഒരു കഥയെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് കൂടുതലും പറഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാരും വായിച്ചിട്ട് അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്, അയാളിൽ ഒരു തെറ്റുകുറ്റങ്ങൾ ഇല്ല എന്നൊരു ഭാര്യ പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഭർത്താവ് കഷ്ടപ്പെടണം അല്ലേ?
ഇന്നത്തെ കാലത്ത്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അച്ഛനായിക്കോട്ടെ, അപ്പോൾ ചിലപ്പോൾ ഭാര്യയുടെ അച്ഛനൊക്കെ ചിലപ്പോൾ ഒരുപാട് വലിയ നല്ല സൽസ്വഭാവിയായിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അച്ഛനെ കണ്ടുപിടി എന്ന് ഭർത്താവ് കമ്പാരിസൺ ഉണ്ടാവും. അപ്പൊ പിന്നെ ഭർത്താക്കന്മാര് ശരിക്കും പറഞ്ഞാൽ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റർ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും നമുക്കത് സൊല്യൂഷൻ? ഇപ്പൊ ഞാനിപ്പോ ഇതിൽ എഴുതുന്ന ഒരു കഥ കണ്ടിട്ട് ആൾക്കാർ നന്നാവുന്നു അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നല്ലേ. ഇത് ഇപ്പൊ ഞാൻ ഈ കഥയുടെ ഇതിന്റെ ആമുഖത്തിൽ എഴുതിയിരുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതും, പിന്നെ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോളൂ, ഇത് എൻ്റെ കുറെ പ്രാന്തൻ ചിന്തകളോ ഒരു തോന്നിവാസങ്ങളാണിത്. ഇതിന് അങ്ങനെ ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ ഒരു റൂൾസോ വെച്ചിട്ട് എഴുതിയതൊന്നുമല്ല. എനിക്ക് തോന്നിയ ഒരു പോയിന്റിൽ തോന്നിയ ഇങ്ങനെ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ആണ് വിവാഹം കഴിച്ചതെങ്കിൽ നന്നാവുമായിരുന്നു എന്ന് എവിടെയും ഒരു തോന്നൽ എനിക്ക് ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തോന്നി. അങ്ങനെയാണെങ്കിൽ പല ചെറുപ്പക്കാരുടെ ജീവിതം നന്നാവില്ലേ? അതായത് ഒരു തെമ്മാടിയുടെ മകളായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചാൽ അതിന്റെ, ഞാൻ പറഞ്ഞ അതൊരു പ്രാന്തം ചിന്തയാണ്. ഞാൻ അതൊരിക്കലും ഒരു നല്ല കാര്യം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ന് നന്നാവുമായിരുന്നു എന്ന് എവിടെയോ തോന്നിയ ഒരു ഘട്ടത്തിൽ തോന്നിയ ഒരു കഥയാണ്. ശരിക്കും ആ പെൺകുട്ടിയുടെ മുമ്പിൽ ആ ഭർത്താവായിരിക്കും ദേവേന്ദ്രൻ. അതെ അതെ, കൂടുതൽ നമ്മൾ പറയണ്ട. അത് ആൾക്കാർ എന്തായാലും ഇത്രയും മനസ്സിലാക്കാൻ പറ്റിയല്ലോ, അത്രേ ഉള്ളൂ. വായിച്ചപ്പോ മനസ്സിലായല്ലോ അത്. അതെ, ഈ കഥ എല്ലാം വായിച്ച സമയത്തും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരുപക്ഷെ ഒരു പ്രേക്ഷകന്റെ സൈഡിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം എന്ന രീതിയിൽ. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ബോംബെ മലയാളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കഥ ശരിക്കും എനിക്ക് ഈ നമ്മുടെ ഒരു കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്ന ചില ഇൻസിഡൻസുമായിട്ട്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ ഇൻസിഡൻസുമായിട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് MP സ്ഥാനത്തിന് വേണ്ടി MLA സ്ഥാനം രാജിവെച്ച ഒരു സംഭവം, അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി, ഒരു സിനിമാ നടിയുടെ ഇനാഗുറേഷൻസ് എല്ലായിടത്തും അല്ലേ, ഇനാഗുറേഷൻസിന് എത്തുന്ന ഒരു സിനിമാ നടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഫറൻസ് ചെയ്തിട്ടാണോ ഈ ഒരു കഥ എഴുതി? അതെ, അത് ശരിക്ക് ഇപ്പൊ ഈ 5 കഥകളിൽ ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എഴുതിയ കഥ ഈ ബോംബെ മലയാളി എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതൊരു 4 മാസം, ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക്, പല ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ദിവസം കുറച്ച് സമയം മാറ്റി വെച്ച് അങ്ങനെ ഒരു 4 മാസം 3-4 ഡ്രാഫ്റ്റ് പൊളിച്ചെഴുതി ഫൈനലായ ഒരു കഥയാണ് ഈ ബോംബെ മലയാളി എന്ന് പറഞ്ഞത്. പിന്നെ ഒന്ന്, ഇതിൽ ഇത്രയും കഥകൾ വായിച്ചതിൽ മനസ്സിലായി ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നത്, ഒരുപാട് സ്വഭാവങ്ങൾ വന്നു പോകുന്നതൊക്കെ ഈ ഒരു കഥയിലാണ്. അപ്പൊ അതിന് കുറച്ച് ചിന്തിച്ച്, കാരണം നമ്മളതിൽ ഇവരുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ക്യാരക്ടേഴ്സിന്റെ പേരുകളായാലും ഇതിൽ ഇവർ സംസാരിക്കുന്ന സംഭാഷണങ്ങളായാലും എല്ലാവർക്കും ഓരോ സ്വഭാവമുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ഞാൻ എഴുതിയ ഒരു കഥയാണ് ഇത്. കുറെ പേർക്ക് കണക്ട് ആയിട്ടുണ്ട്, ചില ആളുകൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു വരുന്നു ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് ഇത് ശരിക്ക് ഈ ഒരു കഥ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്ത് വന്ന ഒരു പേപ്പർ വാർത്ത വന്നതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അവിടുന്നാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. പിന്നെ അതിലേക്കെല്ലാം നമ്മൾ ദിവസം കേൾക്കുന്ന ഈ ഞാനിപ്പോ 4 മാസം കൊണ്ട് എഴുതുന്ന പറയുമ്പോൾ ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്തകളെന്നോ ഒക്കെ ആയിട്ട്, കാരണം ഞാൻ അത്യാവശ്യം പേപ്പറൊക്കെ വാർത്തകൾ എല്ലാം അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്, പേപ്പർ വായന മുടങ്ങാതെ ചെയ്യുന്ന ഒരാൾ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില വാർത്തകളെല്ലാം കൂടി ക്ലബ് അതുകൊണ്ട് വീണ്ടും ഒന്ന് പൊളിച്ചെഴുതും, കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വരും. അങ്ങനെയാണ് ആ കഥ. എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, അതായത് ഈ ചായക്കടയുടെ ഒരു കേസ് പറയുന്നുണ്ട്. ആ ചായക്കടയിൽ സ്ഥിരം സന്ദർശകരായിട്ടുള്ള കുറച്ച് ആളുകൾ, അത് എല്ലാ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും എത്തുന്ന ചില ആളുകൾ, അതിലൊരു പത്രക്കാരൻ, അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മീഡിയാസിനെയാണ് എനിക്ക് തോന്നുന്നു അല്ലേ, അത് മനസ്സിലായല്ലോ, മനസ്സിലായി. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അപ്പം ഈ ചായക്കടയിലുള്ള സംഭാഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ചായക്കടയിൽ കുറേ ആളുകൾ, പല പ്രായത്തിലുള്ള, പല ജാതി മത രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളുകൾ അവിടെ വന്നിരുന്ന് ഇവർക്കെല്ലാം കോമൺ ആയിട്ട് ഒറ്റ വികാരമേ ഉള്ളൂ. എന്താണെന്നറിയോ? അതായത് ഇപ്പൊ ചായ കുടിക്കണം, പത്രം വായിക്കണം, പോകണം എന്നല്ല, ആ നാട്ടിലെ കുറേ കാര്യങ്ങളെ ചർച്ച ചെയ്യണമെന്നുള്ളത്. അത് പോസിറ്റീവ് കാര്യങ്ങൾ എന്നതിലുപരി നെഗറ്റീവ് കാര്യങ്ങളാണ് ഇവർ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ, അതായത് ഇപ്പോൾ ആ നാട്ടിലെ ഗൾഫുകാരൻ്റെ ഭാര്യ, പുള്ളി 2 വർഷമായിട്ട് ഗൾഫിലാണ്. പുള്ളിക്കാരിയുടെ വീട്ടിലെ മക്കളെയും കാര്യങ്ങളെയും ഒക്കെ കൊണ്ടുവിടാനും ആവശ്യങ്ങൾക്കും കടയിൽ പോകാനും ഒക്കെ ആയിട്ട് ഒരു സ്കൂട്ടർ മേടിക്കുന്നു. പുള്ളിക്കാരി പുറത്തേക്ക് ഇറങ്ങി ആ സ്കൂട്ടറിലേക്ക് ഈ ചായക്കടയുടെ മുമ്പിൽ കൂടെ പോവുകയാണെങ്കിൽ
ഒന്ന് ആലോചിച്ച് നോക്ക്, സൂര്യചേട്ടന് അറിയാവുന്ന ഒരാളാണ്, അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും അവിടുത്തെ ടോക്ക്, ഒന്ന് പറയൂ. എന്തെങ്കിലും അപവാദം പറയും. അവിടെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പിന്നെ രണ്ടഭിപ്രായങ്ങൾ വരും അവിടെ. അതെ, നോക്കിക്കേ അവിടെ ഒരു പോക്ക് അല്ലേ എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലാണെങ്കിൽ പോലും തന്നെ, ഡ്രസ്സിങ്ങിൽ ചിലപ്പം പുറത്തൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ നാട്ടിൽ വന്ന് നിന്ന് ചിലപ്പോൾ അവർ അവിടെ നിൽക്കുന്ന രീതി ഷോർട്ട്സോ സ്ലീവ്ലെസ്സോ എന്തെങ്കിലും ഇട്ടുകൊണ്ടൊക്കെ വട്ടവർ, അതൊക്കെ അവരുടെ ഫ്രീഡമാണ്. അവരത് ഇട്ടുകൊണ്ട് പോകുന്ന സമയത്തും ചായക്കടയിൽ നിൽക്കുന്ന അമ്മാവന്മാർ ചില ആളുകളുടെ സംസാരം ഇതാണ്. എന്നിട്ട് ആ ചായ കുടിച്ചിട്ട് അവർ കയറി പോകുന്നതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് അവർ ഇവരുടെ നഗ്നതാ പ്രദർശനത്തെക്കുറിച്ചും അവരങ്ങനെ കാണിച്ചത് തെറ്റാണെന്നും ഒക്കെ അവർ പറയുന്നെങ്കിലും ആ ചായ കുടിച്ച് ഇന്നാ ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടൊരു ബീഡി എടുത്ത് ചുണ്ടിൽ കത്തിച്ചിട്ട് മുട്ടിന് മേളിൽ മുണ്ട് മടക്കി കുത്തി സൈക്കിള് കാല് പൊക്കി കയറ്റിയിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ടാണ് ഇവിടെ നിന്നിട്ട് പെൺകുട്ടികളുടെ നഗ്നതാ പ്രദർശനത്തെ കുറിച്ച് പറയുന്നത്. എനിക്ക് ശരിക്കും അതാണ് കണക്ട് ആയത് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ വരുന്നുണ്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെയൊക്കെ ലൈഫിൽ കുറെ ഇൻസിഡൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ പലതും നമ്മൾ കണ്ടും കേട്ടും. പ്രത്യേകിച്ച് ഇത് ഞാൻ പറഞ്ഞത് ഈ ബോംബെ മലയാളി എന്ന് പറയുന്ന ഒരു പേരിലും മലയാളി എന്ന് പറഞ്ഞൊരു പേരും ബോംബെ എന്ന് പറഞ്ഞൊരു പേരും മിക്സ് ചെയ്ത് ഇടാനൊരു കാരണവും നേരത്തെ പറഞ്ഞ പോലെ പല മതക്കാര് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ എനിക്ക് ഒരു മതത്തിന്റെ പേരിടാം. പക്ഷെ ഞാൻ എല്ലാ മതക്കാരുടെ പേരിട്ട് ഞാൻ പറഞ്ഞ മതത്തെ അവഹേളിക്കുന്നതല്ല, അത് സിംബോളിക്കായിട്ടാണ് ഞാൻ അവിടെ ഒരു പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പല രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് വരുത്താനുള്ള ഒരു ശ്രമമാണ്. അത് ഞാൻ അതാ പറഞ്ഞേ, ചിലവർക്ക് അത് പലതും മനസ്സിലാവാതെ പോയിട്ടുണ്ട്, പക്ഷെ കുറെ പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിലൊരു നടിയുടെ അല്ലെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു നടി വരുന്നതും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളെയാണ് അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നീട് എനിക്ക് മൂന്നാമത്തെ കഥയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അച്ഛൻ്റെ സന്തോഷം. ശരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു എന്താണ് ശരിക്കും അങ്ങനെ ഒരു കഥ വരാനുണ്ടായ ഒരു കഥ പറഞ്ഞത് ശരിക്ക് ഈ കഥ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് എന്നാണ് പേര്. രഞ്ജിത്ത് മുമ്പ് ഒരു സൂപ്പർ മാർക്കറ്റിൽ അവരുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന. അപ്പോൾ ഈ ഡെലിവറിക്ക് ഇവരുടെ ഹോം ഡെലിവറിക്ക് കൊണ്ടുപോകാൻ ഒരു ഓട്ടോറിക്ഷ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ. അപ്പോൾ ആ ഓട്ടോയിൽ ഇയാൾ കയറേണ്ടതല്ല, പക്ഷെ ഇയാൾക്കൊന്ന് വേറെ എവിടെയോ പോകുന്നതുകൊണ്ട് ഇയാൾ ആ വണ്ടിയിൽ കയറി. അപ്പോൾ ആ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു സ്വഭാവം കാര്യങ്ങളും ഇവൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇതൊന്നുമല്ല, വേറെ ചെറിയൊരു ഇൻസിഡൻറ്റ്. അയാൾ ഭയങ്കര ഒരു അഭിമാനിയാണ് എന്ന് ഇവൻ സാക്ഷിയായ ഒരു ഇൻസിഡന്റ് പറഞ്ഞിരുന്നു. അപ്പൊ ഇതെന്റെ മനസ്സിൽ കിടന്നിരുന്നു, ഈ ഒരു കഥാപാത്രം മനസ്സിൽ കിടന്നിരുന്നു. നമ്മളൊക്കെ ഈ ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലെ നായക കഥാപാത്രവും ഈ ഓട്ടോ ഡ്രൈവറും രണ്ട് തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഫാമിലി രണ്ട് ക്യാരക്ടേഴ്സാണ്. സാമ്പത്തികപരമായിട്ട് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ്. പക്ഷെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഈ ചെറുപ്പക്കാരന് കുറെ ടെൻഷനുണ്ട്, ഡിപ്രഷനുണ്ട്. പക്ഷെ മറ്റേ ആൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. നാളെ വരുമാനം നിന്നാൽ എങ്ങനെ ജീവിക്കും എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ പോലും അയാൾ ഒരു പോസിറ്റീവായിട്ടാണ് അയാൾ ഹാപ്പിയാണ്. അതാ പറഞ്ഞത്, ഈ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു റിയലൈസേഷൻ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. അതായത് മനസ്സിലാവും, ഇയാൾ ഓട്ടോയിൽ കയറുന്ന ഒരാളല്ല ഓട്ടോന്ന് ഇറങ്ങുന്ന ശേഷമുള്ളത്. പിന്നീട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തലേ ദിവസം വരെ ആരും അല്ലാതിരുന്ന ഒരാള് ഇയാൾക്ക് പെട്ടെന്ന് ആരോ ആയി മാറുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ ആ ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയൊരു ത്രെഡ് എന്ന് വന്ന അങ്ങനെ ഭയങ്കര കുറേ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ കുറേ കോൺഫ്ലിക്ട്സോ ഒന്നും അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ചെറിയൊരു അത് വായിക്കില്ല. അത് ആക്ച്വലി വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഒരു വഴി കൂടി പോയി, എന്തോ പെട്ടെന്ന് അത് സ്റ്റോപ്പായി പോയി എന്ന രീതിയിലാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് അതിലെ ഫോർത്ത് സ്റ്റോറി ആയിട്ടുള്ളത് അറിയാത്ത എന്ന് പറയുന്നത്, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു കഥയോ സ്റ്റോറി. എനിക്ക് തോന്നുന്നൊരു സിനിമയുടെ അല്ലെ ഒരു ഇത് ശരിക്കും ഈ കഥകൾ ഏറ്റവും എൻ്റെ മനസ്സിൽ പണ്ട് മുതലുള്ള കഥ അറിയാത്തുത്തരമാണ്. ഇത് ആക്ച്വലി ഒരു 12-14 വർഷം മുമ്പ് മനസ്സിൽ തോന്നി. അതും ഈ പറഞ്ഞ പോലെ ലൈഫിൽ നടന്ന എൻ്റെ കോളേജ് ലൈഫിൽ, ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ പാസ്സായതിനു ശേഷം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി. പക്ഷെ നമ്മളത് രണ്ടുപേരും അതൊരു തമാശ ഒരു രീതിയിൽ ഒരു ക്രഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ പെൺകുട്ടിയോട് നമ്മളത് പറഞ്ഞിട്ടില്ല. പക്ഷെ തമാശ രൂപേണ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ തമാശയായിട്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ ഒരു വാചകത്തിന് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കഥ രൂപപ്പെട്ടത്. അപ്പോ
അന്ന് ആ ഒരു കഥ ഈ പറഞ്ഞ പോലെ സിനിമയാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് കുറച്ചു കാലം ആ ഒരു കഥയൊക്കെ പല ആളുകളോടൊക്കെ പറഞ്ഞതാണ്, പലർക്കും കഥ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ അത് ഒരു സിനിമയാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ അതൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അറിയാത്തുത്തരം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാനൊരു 5-6 വർഷം മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അത് യൂട്യൂബിലൊക്കെ ഉണ്ട്, എപ്പോഴെങ്കിലും എടുത്ത് കണ്ടത്. അത്യാവശ്യം വന്ന് 2018 അതന്ന് ചെയ്തത്. അതൊരു 20 മിനിറ്റ് ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷെ ആ ഷോർട്ട് ഫിലിം എന്നൊക്കെ ഒരുപാട് മാറ്റം ഇത് വന്നിട്ടുണ്ട്. കഥ ഈ പറയുന്ന ഒരു പുസ്തക രൂപത്തിലേക്ക് വേണ്ടി കഥ എഴുതിയപ്പോൾ കുറേ മാറ്റങ്ങൾ, അന്ന് ആ ഷോർട്ട് ഫിലിമിൽ പറയാത്ത കുറേ കാര്യങ്ങൾ, ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറീസും കുറെ വായിച്ചാൽ മനസ്സിലാവില്ല, കുറെ ബാക്ക് സ്റ്റോറീസ് ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഫ്ലാഷ് ബാക്സും. പിന്നെ വേറൊരു ശൈലിയിലാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു റൂൾസിനൊക്കെ എതിരെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇതിലെ ഓരോ ചില ഭാഗങ്ങളിൽ ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതാണ്. അതായത് ഈ രണ്ട് ക്യാരക്ടേഴ്സ് അവരുടെ ഒരു വേർഷനിൽ കഥ പറയുന്ന പോലെയാണ് അത് വായനക്കാർക്ക് ഫീൽ ചെയ്യുക. കുറച്ചു നേരം ഒരു കഥാപാത്രം ആണെങ്കിൽ അടുത്തത് മറ്റൊരു കഥാപാത്രം സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഇതിലൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഇവരുടെ കുറെ ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അറിയാലോ, അതിൽ സിനിമ 2 സംവിധായകരാണ്. അപ്പൊ നമുക്കിന്ന് നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ. പക്ഷെ ബേസിക്കലി ഇതിൽ ഫ്രണ്ട്ഷിപ്പും ലവ് ഇത് രണ്ടുമാണ് അതിൽ. പക്ഷെ ഇത് രണ്ടിനും ഒരു കോട്ടം തെറ്റാതെയാണ് ഈ ഒരു കഥ. ഈ ഫ്രണ്ട്ഷിപ്പും ലവിലും കൂടെ ഇതിൽ ഈ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആ സ്വാർത്ഥത മറ്റൊരാളെ ദ്രോഹിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു സ്വാർത്ഥത കൊണ്ട് നടക്കാം. എല്ലാവരുടെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട്, അത് വേറൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ കൊണ്ട് നടക്കും, അതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഇപ്പം നമ്മൾ 4 സ്റ്റോറികളെ കുറിച്ച് ഡിസ്കസ് ചെയ്തെങ്കിലും ഇതിലെ ഓരോ സ്റ്റോറി വായിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതായത് ഈ കഥ ചേട്ടൻ എഴുതിയിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഭയങ്കരമായിട്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര പ്ലസ് ആണ്, ഭയങ്കര പോസിറ്റീവ്. എല്ലാവർക്കും അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എഴുത്തുമായിട്ട് അത്ര റിലേറ്റഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറുകഥ അങ്ങനെ എഴുതാൻ പാടുമെന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ച എൻ്റെ ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മളെ ചില ഗുരുതുല്യന്മാരായിട്ട് കാണുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ബുദ്ധിജീവികൾ എന്നവർ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കല്ല. അവരൊക്കെ പറയാറുണ്ട് എഴുത്തൊക്കെ കൊള്ളാം, പക്ഷെ ഒരു ചെറുകഥ എന്ന് പറയുമ്പോൾ ശരിക്ക് ഷോർട്ടാക്കി എഴുതണം, അല്ലെങ്കിൽ ചെറുകഥയിൽ കുറേ കാര്യങ്ങൾ വരണം എന്നുള്ളത്. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയിട്ടല്ല എഴുതിയില്ല. മേനിയർ പറഞ്ഞ പോലെ നമ്മളൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മനസ്സിൽ കണ്ട് എഴുതുന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ശരിക്കും അത് ഭാവിയിലൊക്കെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എഴുതുമ്പോഴെല്ലാം ആ ഒരു സീൻ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മനസ്സിൽ കണ്ടിട്ടാണ്. പിന്നെ ഇതില് മറ്റൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുകഥ ചെയ്യുമ്പോൾ നമുക്ക് എന്തും എഴുതാം, ബഡ്ജറ്റിന് പ്രശ്നമില്ല. നമുക്കിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന് അമേരിക്ക പോകണമെങ്കിൽ അമേരിക്ക പോകാം. ഭയങ്കര ഒരു ഫ്രീഡം ഇതിലുണ്ട്. ഇപ്പൊ നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്തിനു വേണ്ടി നമ്മൾ എഴുതുമ്പോൾ ബഡ്ജറ്റ് പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ ആർട്ടിസ്റ്റിന് വേണ്ടി എഴുതുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നമ്മുടെ പല സുഹൃത്തുക്കളുടെ ഒക്കെ സിനിമയിലൊക്കെ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ സീൻ എഴുതുമ്പോഴും അവിടെ ബഡ്ജറ്റ് പ്രശ്നം വരും. ഇപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൂടും, അവിടെ വാടക കൊടുക്കണം, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് ഈ ഡയലോഗ് പറയില്ല, കുറേ. ഇതിൽ ആ പ്രശ്നമില്ലല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രീഡം ഭയങ്കരമായിട്ടുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ എഴുതാം. അങ്ങനെ ഇപ്പം എനിക്കതിൽ ഈ പറഞ്ഞ ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വായിക്കുന്നവരൊക്കെ ആളാണ്. പക്ഷേ ഈ അടുത്ത് എനിക്ക് കൂടുതൽ ഇന്ദുഗോപൻ്റെ ഒക്കെ കഥകളുണ്ടല്ലോ, ഇന്ദുഗോപൻ്റെ നോവൽ, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലൊരു വിഷ്വൽ ഒരു സിനിമാറ്റിക് ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ നോവൽ വായിക്കുമ്പോൾ. എനിക്ക് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു നോവലൊക്കെ വായിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ഒരു ഊർജ്ജം, പാറ്റേൺ എന്ന് പറയുന്നത് അദ്ദേഹം വലിയൊരു എഴുത്തുകാരാണ്, നമുക്ക് ഒരു ഊർജ്ജം കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എവിടെയോ അത് മനസ്സിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ MT പത്മനാഭൻ മുതലുള്ള ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരൊക്കെ വേറെ തരത്തിലാണ് അവരുടെ കഥകൾ സിനിമയാക്കിയിട്ടുണ്ട്. സിനിമയാക്കുമ്പോൾ അതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ദുഗോപന്റെ ഒക്കെ കഥകൾ നമ്മൾ ഈ അടുത്ത് വായിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വിഷ്വൽ രീതിയിലാണല്ലോ അദ്ദേഹം എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഴുതിയിരിക്കുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊരു സ്റ്റോറി ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതായത് ഒരു ക്യാരക്ടറിന്റെ ഓരോ അപ്പിയറൻസും അതിനകത്ത് ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി 5ാമത്തെ ഒരു കഥ മഹാനടൻ കഥ, അതൊരു സിനിമയാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ആ കഥയാണ് ഞാൻ ഏറ്റവും അവസാനം എഴുതിയതും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 2 ഡ്രാഫ്റ്റ് മാത്രമേ അതിൽ വന്നു. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എഴുതി. അതും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ആ കഥ വായിച്ച 1-2 എൻ്റെ സുഹൃത്തുക്കൾ വെച്ചു, അത് നീ ഇന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഉദ്ദേശമാണ്. ഞാൻ പറഞ്ഞു ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഞാൻ ആരെന്താന്ന് പറയുന്നില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ്റെ കോളേജ് കാലഘട്ടത്തിലെ അന്നത്തെ ഒരു മാഗസീനിൽ വന്നൊരു ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോൻ്റെ അടിയിൽ വന്ന 1-2 കമൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും അതൊരു ചോദ്യമായിട്ട് തോന്നി. അതിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ട് അപ്പോൾ എനിക്കും തോന്നി ആ
വ്യക്തി ഇപ്പൊ എവിടെയായിരിക്കും. ആ ഫോട്ടോയിൽ വന്നിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ കൂടാതെ വേറൊരു ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു സൂപ്പർ സ്റ്റാർ ആകേണ്ടിരുന്ന ഒരാള് ഇന്ന് അയാൾ എവിടെയാണ് എന്നൊരു ചോദ്യങ്ങൾ കുറെ വന്നതിന് ഇപ്പൊ എനിക്കും തോന്നി. ഞാൻ അദ്ദേഹം ആരാന്നൊന്നും ഞാൻ തേടിപ്പെട്ടു, പക്ഷെ എന്റെ മനസ്സിൽ വന്ന ഒരു ഭാവനയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാധനമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു സിനിമയൊക്കെ ഈ കൂട്ടത്തിൽ ഒരു സിനിമ ആക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹമുള്ള ഒരു കഥയാണ്. അതിനൊരു തുടക്കം മുതൽ ഒരു അവസാനം വരെ. തീർച്ചയായിട്ടും ഇല്ല, മഹാനടൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ അറിയാം ഒരു സിനിമയ്ക്കുള്ള നല്ലൊരു പ്ലോട്ട് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു സിനിമ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അതൊരു വിവാദത്തിന്റെ ഒരു വഴിയിലേക്ക് പോവാൻ ചിലപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പൊ ഇതിപ്പോ നമുക്കൊരു കഥയായതുകൊണ്ട് ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എഴുതി എനിക്കുള്ള ഇതിൽ ഏറ്റവും ചെറിയ കഥയും ചിലപ്പോൾ അതായിരിക്കാം. അതും ഒരു അതൊക്കെ എനിക്കത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ചെറുകഥ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എഴുതി അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എഴുതി അങ്ങ് പോകുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതും അല്ല, അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ മനസ്സിലിട്ടിട്ട് പേനെടുത്ത് എഴുതുന്നതല്ല. ഒരു ത്രെഡ് വന്നാൽ എഴുതി പോകുന്നത്, എഴുതുമ്പോഴാണ് എഴുത്തിലൂടെയാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. അതിപ്പോൾ സ്ക്രിപ്റ്റ് ആയാലും ഇപ്പൊ പല രീതിയിൽ എഴുതാറുണ്ടല്ലോ. ഇപ്പൊ പല ആളുകൾ ഇപ്പൊ വരുണൊക്കെ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഏത് രീതിയിലാണെന്ന് അറിയില്ല. ഇപ്പൊ ചില ആളുകൾ ഫുൾ കഥ മനസ്സിലിട്ട ശേഷമാണ് എഴുതാന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, എനിക്ക് എഴുത്തിലൂടെയാണ്. കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ പിന്നെ അങ്ങ് എഴുതി തുടങ്ങും. നമുക്കൊരു തുടക്കവും ഒരു ഒടുക്കവും നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും, പക്ഷെ നടുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതിന്റെ രീതി. അപ്പൊ എന്തായാലും മഹാനടൻ അങ്ങനെ 5 കഥകൾ ഉള്ള ഒരു ഇതിൽ വരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ്? എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പോർഷനിൽ അറിയാത്തുത്തരം എന്ന് പറഞ്ഞാൽ ഞാനത് ഓൾറെഡി ഞാൻ ഈ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു സത്യനന്ദിക്കാട് സിനിമയ്ക്കൊക്കെ പറ്റിയ അല്ലെങ്കിൽ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥ തന്നെയാണ് അറിയാത്തുത്തരം എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ ഒരു സീൻസ് ഒക്കെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിരിക്കും. അതൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവിക്ക് പറ്റും. അതിൽ കുറെ പേർക്ക് അതിൽ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറെ ഉത്തരങ്ങൾ തന്ന്, അറിയാത്തുത്തരമാണ് അത്, നിങ്ങൾക്ക് തന്നെ കുറെ ഉത്തരങ്ങൾ തന്ന് കിട്ടാം. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഓരോ സീൻസ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാനത് വിഷ്വലൈസ് ചെയ്തപ്പം ശരിക്കും ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവിക്ക് പറ്റിയ ഒരു പ്ലോട്ട് ആ ഒരു കഥയ്ക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് ഈ കഥകൾ എല്ലാം അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താം എന്നുള്ളൊരു തരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അതിലുപരി ഇതിൽ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു നഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട്. അത് എഴുതിയ ആൾക്ക് നന്നായിട്ട് അറിയായിരിക്കും, വായിച്ച എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എല്ലാത്തിലും ഒരു നഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതെന്തായിരിക്കും അങ്ങനെ ഒരു സംഭവം? ഒരു ഹാപ്പി എൻഡിങ്? അതങ്ങനെ ഹാപ്പി എൻഡിങ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നഷ്ടം എന്ന് പറയുന്നത് അത് മനഃപൂർവ്വം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്ക കഥയും എഴുതുമ്പോൾ അതിൻ്റെ അവസാനം എന്ത് വേണം എന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു മഹാനടൻ മാത്രമാണ് എനിക്ക് ഏകദേശം എൻ്റെ മനസ്സിൽ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അവസാനം ക്ലൈമാക്സ് അവസാനം എന്തായിരിക്കും എന്നുള്ളത് മഹാനടനിൽ എൻ്റെ മനസ്സിലുണ്ടത്. വേറെ ഒരു കഥയിലും എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ലായിരുന്നു. അത് എഴുതി വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ നഷ്ടങ്ങൾ വരുമ്പോഴാണല്ലോ, നമ്മുടെയൊക്കെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ അതൊരു നൊമ്പരമായിട്ട് കിടക്കുന്നതാണല്ലോ. പക്ഷെ ഈ നഷ്ടം ഒരിക്കലും നമുക്കൊരു ട്രാജഡി എന്ന് ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒരു ട്രാജഡി ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നഷ്ടമാണെങ്കിലും അതൊരു എവിടെയും ഒരു സന്തോഷം കൂടി നൽകുന്ന നഷ്ടമാണ്. ഈ അറിയാത്തുത്തരത്തിൽ പറയണ പോലെ, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ബിറ്റർ എക്സ്പീരിയൻസസ് ആണ് പല ടൈമിലും നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു കഥ വായിച്ചു 5 കഥയും കഴിഞ്ഞപ്പം എനിക്ക് ഇതിലെ രണ്ടാമത്തെ കഥയായിട്ടുള്ള ബോംബെ മലയാളിയിൽ എനിക്കൊരു പക്കാ സ്ത്രീവിരുദ്ധത എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെ തോന്നുന്നു ഒരു എഴുത്തുകാരൻ? എന്താണത്? അല്ല, അതിൽ ശരിക്കും ഈ പറയുന്ന പോലെ ഒരു നടിയെ കൊണ്ടുവരുന്നു, ഇലക്ഷന്റെ പ്രചരണത്തിനായിട്ടൊരു നടിയെ കൊണ്ടുവരുന്നു, അല്ലെ ഉദ്ഘാടനത്തിനായിട്ടൊരു നടിയെ കൊണ്ടുവരുന്നു. അപ്പം നടിയെ ഒരുക്കി കെട്ടി എല്ലാവരുടെ മുമ്പിലും ഒരു കാഴ്ചവസ്തുവായിട്ട് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയെ കാണാനായിട്ട് വരുന്ന ആളുകൾ ഒരിക്കലും ഇവരുടെ സിനിമ കണ്ട് ആരാധന, അങ്ങനെ ഒരു ആത്മാർത്ഥമായ ആരാധന അങ്ങനെയൊന്നുമല്ല. ഒരു മോശം കണ്ണോടുകൂടി തന്നെയാണ് ഇവരെ കാണാൻ വരുന്നത്, അല്ലേ? അതിനുശേഷം അതിലേക്ക് ഒരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അവരെ ഈ ആളുകളെല്ലാം വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. എത്ര നാളിങ്ങനെ പഴകഞ്ഞി കുടിച്ച് ജീവിക്കും, അല്ലെ? ആ രീതിയിലുള്ള ടോക്കുകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതൊരു കംപ്ലീറ്റ്ലി
ഒരു സ്ത്രീ വിരുദ്ധതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് ഒരു നടനെ പ്ലേസ് ചെയ്തോടെ? ഈ നാട്ടിലെ എത്രയോ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾക്ക് നടന്മാർ വരുന്നു, സൂപ്പർ സ്റ്റാറുകൾ വരുന്നു, അപ്പം അവരെ കാണാനായിട്ടും ആളുകൾ വരുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലേ? അത് സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളാണ് സ്ത്രീ വിരുദ്ധത പറയുന്നത്. ഈ ഒരു നടി വരുമ്പോൾ ആ കഥാപാത്രങ്ങൾ മോശമായിട്ട് പറയുന്നുണ്ടല്ലോ. കഥാപാത്രങ്ങളുടെ ഒരു നെഗറ്റിവിറ്റി, അവരുടെ ഒരു മോശം സ്വഭാവമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്നും അങ്ങനെ തന്നെയല്ലേ. ഇന്നും ഞാൻ പറഞ്ഞ ഒരു സിനിമാ നടി ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ മീഡിയയിലൂടെ കാണുന്നത് ഒരു മോശം രീതിയിലല്ലേ ഇവരെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രത്യേക ആംഗിളിൽ ക്യാമറ വെച്ച് കാണിക്കുന്ന അതിന്റെ ഒരു വേർഷൻ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഒരു സ്ത്രീ വിരുദ്ധതയല്ല, ആ ആളുകളുടെ സ്വഭാവമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ എതിർ കാൻഡിഡേറ്റ് സ്ത്രീനെ കുറിച്ച് മോശം പറഞ്ഞത് ശരിക്കും ഈ കഥ ഞാൻ എഴുതിയത് മാസങ്ങൾക്ക് മുമ്പാണ്. ഈ ഇലക്ഷന് നമ്മളത് കണ്ടതാണല്ലോ. ഒരു സ്ഥാനാർത്ഥി, ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരെ കുറിച്ച് ഒരു സ്ഥാനാർത്ഥിനെ ഇവിടെ നമ്മുടെ ആലപ്പുഴ ഇവിടെ ഒരു സ്ഥാനാർത്ഥിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടു. എതിർ പാർട്ടിയിലെ ഒരാൾ വളരെ മോശമായിട്ട് ആ സ്ത്രീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ എഴുതിയ ശേഷം, ഇത് ഞാൻ ആക്ച്വലി എഴുതിയത് മുമ്പ് നടന്ന ഇതേപോലെ തന്നെ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിടാണ്. അത് പക്ഷെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പൊതുജനത്തിലെ ചില മോശം പ്രവണത, അതാണ് ആ കഥാപാത്രങ്ങൾ. അതിൽ ഞാൻ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഒരു സ്ത്രീകളെ മോശമായിട്ട് പറയുന്നതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു ഹീറോയിസം കാണിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പോഴാണ് ആക്ച്വലി അതൊരു ക്ലാരിറ്റി കിട്ടിയത് അല്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, കാരണം ഇതിൽ ആ സിനിമാ നടി ഒരിക്കലും മോശമല്ല, ഇതിലത് പറയുന്നുണ്ട്. ആ സിനിമാ നടി ഒരിക്കലും മോശമല്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ഇവര് പല വേർഷൻസ് പറയുന്നുണ്ട് ആ ഇൻസിഡന്റിനെ കുറിച്ച്. അതിനൊരു ക്ലാരിറ്റി നമുക്ക് ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. നേരത്തെ ആ പത്രക്കാരന്റെ കാര്യം നിങ്ങൾക്ക് കണക്ട് ആയല്ലോ. പത്രക്കാരൻ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്ന ആള് തന്നെ പിന്നീട് അല്ല എനിക്ക് അത്ര ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയല്ലേ ഇന്ന് പല മീഡിയയിലും നമ്മൾ കാണുന്നത്. അത് സ്ത്രീകളുടെ കാര്യമല്ല, ഏത് കാര്യമായാലും മീഡിയ ഒരു കാര്യം പറയും, പിന്നീട് ഇതൊന്നും ആയിരിക്കില്ല സത്യം. നമ്മൾ എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങളെ മീഡിയ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പാപ്പരാസി കൾച്ചർ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പരദൂഷണങ്ങളും ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ആളുകളുടെ ഇടയിൽ ഇന്ന് നമ്മുടെ തന്നെ അടുത്ത് നടക്കുന്ന പല ഇൻസിഡൻസും, പല സൊസൈറ്റിയിൽ നടക്കുന്ന പല ഇൻസിഡൻസും മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പിന്നീട് സത്യം അതല്ല എന്നറിഞ്ഞാൽ പോലും മീഡിയയിൽ ഇപ്പം ഈ അടുത്ത് നടന്ന, ഞാൻ ഏതാണ് കേസ് എന്നൊന്നുമല്ല, വലിയൊരു മലയാള സിനിമയെ തന്നെ കുലുക്കിയ ഒരു കേസ്, അതിൻ്റെ ഒരു വിധിയും എല്ലാം വന്ന ശേഷവും ഒരുപാട് ജനങ്ങൾ വെറുതെ വിട്ട പ്രതി കുറ്റക്കാരനാണെന്ന് ഇപ്പോഴും എന്റെ തന്നെ വളരെ അടുത്ത വെറുതെ വിട്ട ഒരാള്, പ്രതിയായിരുന്ന ഒരാള് വെറുതെ വിട്ട ശേഷവും ഇപ്പോഴും അദ്ദേഹം കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുമ്പോൾ എന്റെ തന്നെ ഇപ്പൊ സിനിമയുമായി ബന്ധമില്ല, നമ്മളൊക്കെ മീഡിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഫോളോ ചെയ്യാത്ത എന്റെ 1-2 സുഹൃത്തുക്കൾ എന്റെ അടുത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല അയാള് കുറ്റക്കാരൻ തന്നെയല്ലേ. എന്ന് ആര് പറഞ്ഞു? മീഡിയയിൽ കാണുന്നല്ലേ ഇതൊക്കെ. അത് ഒരു കേസ് മാത്രമല്ല, ഏതൊരു കേസായാലും നമ്മളത് മീഡിയയിൽ കാണുന്നതല്ലേ എന്നാണ് പറയുന്നത്. അപ്പം മീഡിയ പറയുന്നതാണ് ഇന്ന് ആളുകൾ വിശ്വസിക്കും. ചാപ്പ കുത്തി കഴിഞ്ഞാൽ പിന്നെ അത്, അപ്പൊ ഇതൊക്കെയാണ് അതിൽ ഉദ്ദേശം. അപ്പൊ ഒരു സ്ത്രീ വിരുദ്ധതയല്ല. ഓക്കെ, അല്ല ഇപ്പോഴാണ് ആക്ച്വലി ഒരു ക്ലാരിറ്റി കിട്ടിയത്. ഓക്കെ, അപ്പോ ഇനിയും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എഴുതണം, അതാണ് ആഗ്രഹം. അടുത്തതൊരു ഒരെണ്ണം ഈ പറഞ്ഞ പോലെ കഥകൾ കുറെ ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം 1-2 കഥകൾ മനസ്സിൽ വന്നിട്ട് ഇപ്പൊ ഇതൊരു 5 ഇപ്പൊ ഞാൻ നിർത്തിയതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ കഥകൾ എഴുതി ഇന്ന് ആളുകൾക്കെല്ലാം ചെറിയ ബുക്കുകൾ വായിക്കാനുള്ള സാധനം. അപ്പൊ എൻ്റെ അടുത്തും പല ആളുകളും പറഞ്ഞു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ബുക്കുകളെക്കാട്ടും കൂടുതൽ ഷോർട്ട് ആയിട്ടുള്ള ബുക്കുകൾ, ഒരു 3-4 കഥകൾ ആദ്യം എഴുതി. പിന്നെ എൻ്റെ ആദ്യത്തെ ഒരു ബുക്കാണ്. ഇപ്പൊ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വായിച്ച അഭിപ്രായങ്ങൾ പറയുന്നു, അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളെ അറിയാത്ത ആളുകൾ വായിക്കുമ്പോഴാണല്ലോ, അവരിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ അടുത്തൊരെണ്ണം എഴുതാനുള്ള ഒരു എൻകറേജ്മെന്റ് കിട്ടുന്നത്. അതിലേക്കൊക്കെ ഇപ്പൊ എത്തി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ഇപ്പം അത് ഈ പറഞ്ഞ പോലെ മാൻകൻ ലിറ്ററേച്ചർ, അവരോട് പ്രത്യേകം നന്ദി പറയണം. മാൻകൻ ലിറ്ററേച്ചർ ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരെനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു പുതിയ ആളുകളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പബ്ലിഷേഴ്സാണ് മാൻകൻ ലിറ്ററേച്ചർ. അപ്പോൾ അവരുടെ ഷോറൂംസിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലാതെയും കുറച്ച് പിന്നെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വരുന്നതും ഓൺലൈനിലാണ്. അപ്പൊ എന്തായാലും വായിക്കാത്തവര് വായിക്കട്ടെ. ഇതേപോലെ തന്നെ അഭിപ്രായങ്ങൾ, അത് ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആയാലും നെഗറ്റീവ്, ഞാൻ എല്ലാവരും പറയുന്നതാണ്, വായിച്ചിട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ പറയണം. ചർച്ചകൾ വരണമല്ലോ. അത് എന്തായാലും ചർച്ചകൾ വരും. കാരണം ഇപ്പൊ ഞാൻ എഴുതുന്നത് അംഗീകരിക്കാൻ പറ്റും. ഇപ്പൊ തെമ്മാടിയുടെ മോളെ കുറിച്ച് പറഞ്ഞ പോലെ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് പേര്. വായിച്ചതൊക്കെ രസമാണ്, പക്ഷെ അത് ഞാൻ പറഞ്ഞത്, അത് എൻ്റെ ഒരു മണ്ടൻ ഒരു തോട്ട്, എൻ്റെ മനസ്സിൽ വന്ന ഒരു തോട്ടാണ്. അത് കുറെ പേർക്ക് കണക്റ്റായി, കുറെ പേർക്ക് അത് യോജിക്കാൻ പറ്റിയിട്ടില്ല.
യെസ്, അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഇറങ്ങട്ടെ, അതുപോലെ തന്നെ നല്ല നല്ല കഥകൾ ഇറങ്ങി അതൊക്കെ ഒരു സിനിമയാകട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.